റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട രീതിയിലേക്കാണ് വിവാദങ്ങളുടെ ഒരു പോക്ക്. പ്രത്യേകിച്ചും ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത് ഏത് ക്യാമ്പയിൻ ആയാലും അത് ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആകുന്ന ഒരു ടൈം പീരീഡാണ്. ഇവിടെ നിലമ്പൂരിൽ അതിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് ലാപ്പാണ്. അപ്പോൾ കൊട്ടിക്കലാശത്തിന് മുൻപുള്ള ആ ഒരു സെക്കൻഡ് ലാസ്റ്റ് ലാപ്പിലെ ആവേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വിഷയങ്ങളെല്ലാം വന്ന് അവസാനം ഈ ചേരി തിരിഞ്ഞുള്ള പോരാട്ടത്തിലേക്ക് എത്തുകയാണ്. UDF വേഴ്സസ് LDF എന്ന രീതിയിലേക്കാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ അൻവറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് ദോഷമാകും, ഗുണമാകും എന്നതാണ് ആദ്യഘട്ടത്തിൽ വന്നതെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇത് നേർക്കുനേർ അങ്ങോട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഓരോ ചേരിക്കും ലഭിക്കുന്ന വർഗീയ വോട്ടുകൾ അതെങ്ങനെയാണ് എന്നതിലേക്ക് നേരിട്ട് മാറുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മൾ ഈ വിവാദങ്ങൾ ഒഴിയുന്നില്ല എന്നത് സംസാരിക്കുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും ബന്ധം ഇന്നത്തെ ഉയർന്ന വാദങ്ങളിൽ PDPയുമായിട്ടുള്ള LDFന്റെ ബന്ധം അത്രയ്ക്കങ്ങോട്ട് ചർച്ചയാകുന്നില്ല. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ LDF UDFനെ ആക്രമിക്കുന്നതിനൊപ്പം നമ്മൾ UDFനുള്ളിൽ നിന്ന് തന്നെയും ജമാഅത്തെ ഇസ്ലാമി ബന്ധം സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ കാണുന്നു എന്നതാണ് ഈ സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ ഈ വിവാദത്തിൻ്റെ ഒരു അടുത്ത സ്റ്റേജായിട്ട് ഞാൻ കാണുന്നത്. അതിൽ MV ഗോവിന്ദൻ തള്ളി പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി. കഴിഞ്ഞ ദിവസം ഉയർന്ന പ്രധാനപ്പെട്ട വാദം LDFും സഹകരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ സഹകരിക്കുമ്പോൾ മാത്രമാണോ ഈ തൊട്ടുകൂടായ്മ വരുന്നത് എന്നതായിരുന്നു. അതിന് ഇന്ന് MV ഗോവിന്ദൻ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. LDFന് അങ്ങനെ ഒരു തരത്തിലുമുള്ള ബന്ധമുണ്ടായിട്ടില്ല എന്ന്.